നഴ്സായി കരിയർ ആരംഭിച്ച ഗവേഷണ കുതുകിയായ ചെറുപ്പക്കാരൻ. കഴിഞ്ഞ കുറെ കാലത്തെ ഗവേഷണങ്ങളിലൂടെ ആർജിച്ചെടുത്ത വിജ്ഞാനം ഇന്ന് അദ്ദേഹത്തെ ബ്രിട്ടനിലെ മലയാളി സമൂഹത്തിനിടയിൽ ശ്രദ്ധേയനാക്കി കഴിഞ്ഞു. അജിമോൾ പ്രദീപിന് ശേഷം മറ്റൊരു മലയാളി കൂടി നഴ്സിംഗിൽ നിന്നും ഡോക്ടർ എന്ന പദവിയിലേക്ക് എത്തുകയാണ് ഇന്ന് ശ്രീ തോമസ് ജോണിലൂടെ. ജോലിക്കൊപ്പം 2014 മുതൽ ഗ്രീൻവിച്ച് യൂണിവേഴ്സിറ്റിയിൽ PhD പഠനം തുടരുകയാണ് തോമസ്. ഇന്ന് കെൻ ആൻഡ് മെഡ്വേ NHSൽ അക്യൂട്ട് സർവീസ് ലൈനിൽ ലേണർ ഓഫ് ദി ഇയർ അവാർഡിന് അർഹനായിരുന്നു. നഴ്സിംഗിലെ പല മേഖലകളും ഡോക്ടർമാർ ഏറ്റെടുത്ത പോലെ മാനസിക ചികിത്സയിലെ ജോലികൾ പലതും കെയർ അസിസ്റ്റന്റുമാരിലേക്ക് കൈമാറണമെന്നത് തോമസ് ജോണിന്റെ പഠനത്തിലൂടെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആരോഗ്യരംഗത്ത് നടത്താനുള്ള മികച്ച പരിഷ്കാരങ്ങളാണ് ചെങ്ങന്നൂർ സ്വദേശിയായ ഇദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ. ബ്രിട്ടീഷ് മലയാളി ബെസ്റ്റ് നഴ്സ് 2015 നോമിനി ശ്രീ തോമസ് ജോൺ. റൊണാൾഡ് തോണ്ടിക്കൽ 13 വർഷമായി UK-യിൽ നഴ്സായി പ്രവർത്തിക്കുന്നു. രോഗികളാൽ പോലും പ്രശംസിക്കപ്പെട്ട സേവന മികവാണ് റൊണാൾഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ബ്രിട്ടീഷുകാരിയായ എമി ഹോവെ എന്ന ക്യാൻസർ രോഗിയെ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റുക എന്ന ദുഷ്കരമായ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു പൊൻതൂവൽ സമ്മാനിച്ചു. സ്വതന്ത്രമായി പ്രിസ്ക്രിപ്ഷൻ ചുമതലയുള്ള UK-യിലെ 21 കീമോ നഴ്സുമാരിൽ ഒരാളാണ് ഇന്ന് റൊണാൾഡ്. ബ്രിട്ടീഷ് മലയാളി ബെസ്റ്റ് നഴ്സ് 2015 നോമിനി ശ്രീ റൊണാൾഡ് തോണ്ടിക്കൽ. റീജ ബോബി 15 വർഷം മുൻപ് UK-യിലെത്തി. മെഡിക്കൽ അധ്യാപികയായും ഡെപ്യൂട്ടി മേറ്ററിനായും ഒരേ സമയത്ത് പ്രവർത്തിക്കുന്നു. നഴ്സിംഗിൽ ബിരുദാനന്തര ബിരുദം. നഴ്സിംഗ് കരിയറിൽ ഭൂരിഭാഗവും അധ്യാപികയുടെ വേഷമണിഞ്ഞ റീജ 3 വിഷയങ്ങളിലാണ് മാസ്റ്റർ ബിരുദം കരസ്ഥമാക്കിയത്. പഠനത്തിൽ അതിസമർത്ഥിയായിരുന്ന റീജ ബോബി മിക്കവാറും എല്ലാ ബിരുദങ്ങളും സ്കോളർഷിപ്പോടെ പഠിച്ചാണ് സ്വന്തമാക്കിയത്. ബ്രിട്ടീഷ് മലയാളി ബെസ്റ്റ് നഴ്സ് 2015 നോമിനി ശ്രീമതി റീജ ബോബി. ബീന ലാൽജി അഡ്വാൻസ്ഡ് നഴ്സിംഗ് പ്രാക്ടീഷണറായി ജോലി ചെയ്യുന്ന മലയാളി നഴ്സുമാരിൽ മിനി ഡോക്ടർ എന്ന വിശേഷണമുള്ള അപൂർവം ചിലരിലൊരാളാണ് ബീന ലാൽജി. നവജാത ശിശു പരിചരണ രംഗത്തെ നല്ല പ്രവർത്തന മികവുള്ള ബീന UK നഴ്സിംഗ് കരിയറിലെ ഉയർന്ന സ്ഥാനമായ ബാൻഡ് 8Aയിലാണിപ്പോൾ. UK-യിലെത്തി 3 വർഷത്തിനകം തന്നെ നിയോനാറ്റൽ ക്ലിനിക് പ്രാക്ടീസിൽ മാസ്റ്റേഴ്സ് ബിരുദം നേടി. റിസർച്ച് നഴ്സായിരുന്നപ്പോൾ തന്നെ നവജാത ശിശുക്കളിൽ കൂളിംഗ് സിസ്റ്റം ഏർപ്പെടുത്തുന്ന പഠനങ്ങളിൽ പങ്കാളിയായി. ബ്രിട്ടീഷ് മലയാളിയുടെ മുൻവർഷത്തെ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ പ്രിയ ലാലിന്റെ മാതാവ് കൂടിയാണ് ഈ മഹതി. ബ്രിട്ടീഷ് മലയാളി ബെസ്റ്റ് നഴ്സ് 2015 നോമിനി ശ്രീമതി ബീന ലാൽജി. അനുമോൾ തോമസ് ഡോക്ടർമാർ ചെയ്യുന്ന പല ജോലികളും ഉത്തരവാദിത്തത്തോടെ ചെയ്യുവാനുള്ള ആർജവം നേടിയ അനുമോൾ സ്കോളർഷിപ്പോടെ അഡ്വാൻസ്ഡ് നഴ്സിംഗ് പ്രാക്ടീഷണർ MSc പഠനം നടത്തുകയാണിപ്പോൾ. കരുണയും പരിചരണവും കൊണ്ട് ബ്രിട്ടീഷുകാരനായ രോഗിയുടെ സ്നേഹത്തിന് പാത്രമാവുകയും പിന്നീട് ഈ രോഗി തന്റെ വിൽപത്രത്തിൽ അനുമോൾക്ക് ദാനം രേഖപ്പെടുത്തുകയും ചെയ്തത് തന്റെ കരിയറിലെ ഏറ്റവും വലിയൊരു ഏടായി കരുതുകയാണ് ഈ ചമ്പക്കുളംകാരി. ലിവർ സ്പെഷ്യലിസ്റ്റ് നഴ്സ് എന്ന നിലയിൽ ജോലിയിലെ മികച്ച സ്ഥാനമായ ബാൻഡ് 8A ലഭിച്ചു. നന്നായി കവിത എഴുതാനും ഇതര കലാരംഗങ്ങളിൽ മികവോടെ പ്രവർത്തിക്കാനും അനുമോൾക്ക് സാധിക്കുന്നു. ബ്രിട്ടീഷ് മലയാളി ബെസ്റ്റ് നഴ്സ് 2015 നോമിനി ശ്രീമതി അനുമോൾ തോമസ്. സതാംപ്ടൺ മലയാളി അസോസിയേഷൻ 8 വർഷം മുൻപ് ആരംഭിച്ച സതാംപ്ടൺ മലയാളി അസോസിയേഷൻ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മികച്ച കെട്ടുറപ്പുള്ള സംഘടനയായി മാറി. മറ്റ് പല അസോസിയേഷനുകളിലും സംഭവിക്കുന്നത് പോലെ അസ്വാരസ്യങ്ങളോ പിളർപ്പോ ഇല്ലാതെ മുന്നോട്ടു പോകുവാനുള്ള കരുത്തുറ്റ നേതൃനിര തന്നെയാണ് ഈ അസോസിയേഷന്റെ വിജയരഹസ്യം. കഴിഞ്ഞ 8 വർഷത്തിനിടെ 2 തവണ സ്ത്രീകളെ നേതൃത്വം ഏൽപ്പിച്ചതും ഈ അസോസിയേഷന്റെ പ്രത്യേകതയാണ്. നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. കുട്ടികൾക്കായി മലയാള പഠനം, നൃത്ത പഠനം എന്നിവയും ഒരു മികച്ച ക്രിക്കറ്റ് ടീമും സംഘടിപ്പിച്ചു. ബ്രിട്ടീഷ് മലയാളി ബെസ്റ്റ് അസോസിയേഷൻ 2015 നോമിനി സതാംപ്ടൺ മലയാളി അസോസിയേഷൻ. സാലിസ്ബറി മലയാളി കമ്മ്യൂണിറ്റി
അംഗബലത്തിൽ വളരെ പിന്നിലാണെങ്കിലും പ്രവർത്തന വൈപുല്യവും കർമ്മശേഷിയും കൊണ്ട് കരുത്ത് തെളിയിച്ച അസോസിയേഷൻ ഫോക്മയുടെ നേതൃത്വത്തിൽ കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്നതിന് ആരംഭിച്ച പദ്ധതിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയത് സാലിസ്ബറി മലയാളം കമ്മ്യൂണിറ്റിയാണ്. മലയാളത്തിനൊപ്പം ഉപകരണ സംഗീതം പഠിക്കാനും ഇവിടുത്തെ കുട്ടികൾ ഉത്സുകരാണ്. തുടർച്ചയായി ജീവകാരുണ്യ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്നതിന്റെ ഭാഗമായി ചൈൽഡ് ലിങ്കിനും സാലിസ്ബറി ആശുപത്രിയിലെ ക്യാൻസർ യൂണിറ്റിനും ധനസഹായം നൽകാൻ അസോസിയേഷൻ മുന്നിട്ടിറങ്ങി. ബ്രിട്ടീഷ് മലയാളി ബെസ്റ്റ് അസോസിയേഷൻ 2015 നോമിനി സാലിസ്ബറി മലയാളി കമ്മ്യൂണിറ്റി. ഓക്സ് മാസ് ഭാരവാഹികളെ തെരഞ്ഞെടുക്കാൻ UK-യിൽ രഹസ്യ ബാലറ്റ് ആദ്യമായി ഉപയോഗിച്ച മലയാളി സംഘടന. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ UK മലയാളികൾ ശീലമാക്കുന്നതിനും വളരെ മുൻപ് തന്നെ ഏറ്റെടുത്ത് നടത്തിയ സംഘടനയാണ് ഓക്സ് മാസ്. കലാസ്നേഹികളായ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ് ഓക്സ് മാസിനെ സജീവമാക്കുന്നത്. നഗര ശുചീകരണം, ഫണ്ട് ശേഖരണാർത്ഥമുള്ള മാരത്തൺ, ഭക്ഷണ വിതരണം, രക്തദാനം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. ശിശുദിനം വളരെ വിപുലമായി ആഘോഷിക്കുന്ന അപൂർവം ചില കൂട്ടായ്മകളിലൊന്നാണ് ഓക്സ്ഫോർഡ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഈ അസോസിയേഷൻ. ബ്രിട്ടീഷ് മലയാളി ബെസ്റ്റ് അസോസിയേഷൻ 2015 നോമിനി ഓക്സ് മാസ്. കലാകേരളം ഗ്ലാസ്ഗോ ഔദ്യോഗിക സംഘടന എന്ന രൂപത്തിലെത്തിയിട്ട് 8 മാസക്കാലം മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും ഈ ചുരുങ്ങിയ കാലം കൊണ്ട് വമ്പന്മാരായ പല സംഘടനകൾക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞു. വീടുകളിൽ സജ്ജമാക്കുന്ന അടുക്കളത്തോട്ടം മുതൽ വ്യായാമ പരിശീലന കളരികൾ വരെ ചിട്ടപ്പെടുത്തിയത് എല്ലാ അംഗങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. കഴിഞ്ഞ വെറും 8 മാസത്തെ പ്രവർത്തനങ്ങളിൽ ഫാമിലി മാരത്തൺ, വ്യായാമത്തിനും ചാരിറ്റിക്കും പ്രാധാന്യം നൽകുന്ന പരിപാടികൾ, രക്തദാനം, ചികിത്സാ സഹായം, കായിക മത്സരങ്ങൾ, സ്വാതന്ത്ര്യദിനാഘോഷം, അവാർഡ് ദാനം, വോളിബോൾ ടൂർണമെന്റ്, ഓണാഘോഷം, കേരളപ്പിറവി ആഘോഷം, ക്രിസ്തുമസ്, ചാരിറ്റി ഫണ്ട് ശേഖരണം ഇവ ഉൾപ്പെടുന്നു. ബ്രിട്ടീഷ് മലയാളി ബെസ്റ്റ് അസോസിയേഷൻ 2015 നോമിനി കലാകേരളം ഗ്ലാസ്ഗോ. മാഞ്ചസ്റ്റർ മലയാളി കൾച്ചറൽ അസോസിയേഷൻ MMCA. വിവിധ മതരാഷ്ട്രീയ സംഘടനകൾ സജീവമായ മാഞ്ചസ്റ്ററിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ MMCAക്ക് മാത്രമേ കഴിയുന്നുള്ളൂ. മാഞ്ചസ്റ്ററിലെ മലയാളികളുടെ ഏത് ആവശ്യങ്ങളിലും ഓടിയെത്താനും തദ്ദേശീയരായ ഇംഗ്ലീഷ് ജനതയോടൊപ്പം കൈകോർത്ത് നിന്ന് പ്രവർത്തിക്കാനും കഴിയുന്നു എന്നതാണ് 12 വർഷം പിന്നിടുന്ന ഈ സംഘടനയുടെ മഹത്വം. കുട്ടികൾക്ക് ട്യൂഷൻ ക്ലാസുകളും ഡാൻസ് ക്ലാസുകളും നടത്തുന്നുണ്ട്. തദ്ദേശീയരുമായി ചേർന്ന് കുക്കറി ഷോ, കരാട്ടെ ക്ലാസുകൾ, ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾ, ഓണം, വിനോദയാത്രകൾ ഇവ സംഘടിപ്പിക്കുന്നതിൽ അതീവ ശ്രദ്ധ കാണിക്കുന്ന ഈ സംഘടന തങ്ങളുടെ കുട്ടികളെ നിരവധി മത്സരങ്ങളിൽ പങ്കെടുപ്പിച്ച് സമ്മാനങ്ങൾ നേടിക്കൊടുത്തിട്ടുണ്ട്. അസോസിയേഷന്റെ നൃത്തവിദ്യാലയത്തിൽ 50ഓളം കുട്ടികളും അവർക്ക് പരിശീലനം നൽകാൻ വിദഗ്ധരായ അധ്യാപകരുമുണ്ട്. ബ്രിട്ടീഷ് മലയാളി ബെസ്റ്റ് അസോസിയേഷൻ 2015 നോമിനി മാഞ്ചസ്റ്റർ മലയാളി കൾച്ചറൽ അസോസിയേഷൻ. ടോയൽ കൊയ്തറ ഇക്കഴിഞ്ഞ A-ലെവൽ പരീക്ഷയിൽ 5 വിഷയത്തിൽ 5ലും A+ നേടി. ശാരീരിക പ്രതിബന്ധങ്ങളെ മറികടന്ന് സാധാരണ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പഠിച്ചും പള്ളിയിൽ ബൈബിൾ വായിച്ചും ക്രിക്കറ്റ് കളിച്ചും ജീവിക്കുന്ന ടോയലിന്റെ ജീവിതം തികച്ചും വിസ്മയകരമാണ്. അക്കാഡമിക് രംഗത്തെ നേട്ടങ്ങൾക്കുപരി ട്രക്കിങ്ങിലും ക്രിക്കറ്റിലും മികവ് തെളിയിച്ചിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കൻ. തികഞ്ഞ ഫുട്ബോൾ പ്രേമിയായ ടോയൽ ഒരു മികച്ച അവതാരകൻ കൂടിയാണ്. ചൈന, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് മലയാളി യങ് ടാലന്റ് അവാർഡ് 2015 നോമിനി മാസ്റ്റർ ടോയൽ കൊയ്തറ. സ്മിജി സജി A-ലെവൽ പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ അപൂർവം മലയാളി വിദ്യാർത്ഥികളിൽ ഒരാൾ. കരാട്ടയിലും കീബോർഡിലും സമർത്ഥയായ സ്മിജി ഇപ്പോൾ മെഡിസിൻ വിദ്യാർത്ഥിയാണ്. കോൾചെസ്റ്റർ ഗ്രാമർ സ്കൂളിലെ മികച്ച വിജയങ്ങളിലൊന്ന് സ്മിജിക്ക് അവകാശപ്പെട്ടതാണ്. അമ്മ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ മുഴുവൻ സമയ വോളണ്ടിയറായി ജോലി ചെയ്താണ് വൈദ്യശാസ്ത്രത്തിലേക്ക് സ്മിജി തൽപരയാകുന്നത്. ബ്രിട്ടനിൽ ജീവിക്കുമ്പോഴും തനി മലയാളി കുട്ടിയുടെ ഭാവം വിടാത്ത ഈ മിടുക്കി പെരുമാറ്റം കൊണ്ട് എല്ലാവരെയും അതിശയിപ്പിക്കുന്നു.
British Malayali Young Talent Award 2015 nominee Miss Smiji Saji, Minna Jose. ഈ വർഷത്തെ യുക്മ കലാതിലകം മിന്ന ജോസാണ്. ബ്രിട്ടീഷ് മലയാളി മാഞ്ചസ്റ്റർ അവാർഡ് നൈറ്റിൽ മിസ് കേരള യൂറോപ്പ് മത്സരത്തിൽ മിസ് സ്മൈലായി തെരഞ്ഞെടുക്കപ്പെട്ട മിന്ന മത്സരവേദികളെ പ്രണയിക്കുമ്പോഴും പഠനത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് പുലർത്തുന്നത്. ഇപ്പോൾ ബിരുദ വിദ്യാർത്ഥി. കഴിഞ്ഞ 15 വർഷമായി നൃത്തപഠനം തുടരുമ്പോഴും ലക്ഷ്യമിടുന്നത് മനഃശാസ്ത്ര രംഗത്തെ ഒരു ഡോക്ടറേറ്റ് തന്നെയാണ്. പഠനത്തിന്റെയും കലയുടെയും ലോകത്ത് നിറസാന്നിധ്യമായി നിൽക്കുന്ന ഈ കൊച്ചുമിടുക്കിയെ യങ് ടാലന്റ് അവാർഡ് ഫൈനലിസ്റ്റായി തെരഞ്ഞെടുത്തത് ഈ സമ്മിശ്രമായ പ്രതിഭയുടെ മികവ് തന്നെയാണ്. ബ്രിട്ടീഷ് മലയാളി യങ് ടാലന്റ് അവാർഡ് 2015 നോമിനി മിസ് മിന്ന ജോസ്, നവനന്ദൻ പ്രതീഷ്. ആദ്യത്തെ ഫോപ്മ കലോത്സവത്തിലെ കലാപ്രതിഭ. UK-യിലെ ഒട്ടുമിക്ക വേദികളിലും നവനന്ദന്റെ കലാസാന്നിധ്യമുണ്ട്. നൃത്തത്തോടൊപ്പം ചിത്രകലയിലും കേമനായ നവനന്ദൻ പ്രതീഷ് വരച്ച ബ്രിട്ടീഷ് രാജ്ഞിയുടെ പെൻസിൽ സ്കെച്ച് കണ്ട് ഇഷ്ടപ്പെട്ട രാജ്ഞി സ്വന്തം കയ്യൊപ്പ് പതിച്ച അഭിനന്ദന കത്ത് നൽകുകയുണ്ടായി. 2013 ബ്രിട്ടീഷ് മലയാളിയും ലിംകയും ചേർന്ന് നടത്തിയ ടാലന്റ് കോൺടെസ്റ്റിൽ ഫസ്റ്റ് റണ്ണറപ്പായിരുന്നു. കലാരംഗത്തിനു പുറമെ മാർഷൽ ആർട്സിലും ഫുട്ബോൾ, ക്രിക്കറ്റ്, ക്യാരംസ് എന്നീ കളികളിലും പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് മലയാളി യങ് ടാലന്റ് അവാർഡ് 2015 നോമിനി മാസ്റ്റർ നവനന്ദൻ പ്രതീഷ്, ജോൺ കുര്യാക്കോസ്. സ്കൂൾ പഠനം കഴിയും മുൻപേ സ്കോട്ടിഷ് ക്ലബിന്റെ അസിസ്റ്റന്റ് കോച്ചായി UK-യിൽ അംഗീകാരം നേടുന്ന ആദ്യ മലയാളി ബാലനാണ് ജോൺ കുര്യാക്കോസ് എന്ന കെവിൻ. കോമൺവെൽത്ത് ഗെയിംസിന്റെ ദീപശിഖ വഹിക്കാനുള്ള ഭാഗ്യവും ഈ മിടുക്കനുണ്ടായി. ബാസ്കറ്റ്ബോളാണ് തന്റെ ജീവിതം എന്ന് തിരിച്ചറിഞ്ഞ കെവിന്റെ കഠിനാധ്വാനത്തിന് പിന്നാലെ നേട്ടങ്ങൾ ഓരോന്നായി എത്തി. 10 വയസ്സ് മുതൽ ബാസ്കറ്റ്ബോൾ കളിച്ചു തുടങ്ങിയ ജോണിനെ ഈ കളിയുടെ മനോഹാരിതയും മത്സരവീര്യവുമാണ് അതിലേക്ക് ആകർഷിച്ചത്. ദേശീയ ടീമിൽ ഇടം കണ്ടെത്തി നാടിനുവേണ്ടി കളിക്കുക എന്നതാണ് കെവിന്റെ ഏറ്റവും വലിയ സ്വപ്നം. ബ്രിട്ടീഷ് മലയാളി യങ് ടാലന്റ് അവാർഡ് 2015 നോമിനി മാസ്റ്റർ ജോൺ കുര്യാക്കോസ്, ശ്രീജ ചെറുകാട്. വിദേശികൾക്ക് നമ്മുടെ നൃത്തരൂപങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൊച്ചുമിടുക്കിയാണ് ശ്രീജ ചെറുകാട്. ക്ലാസിക്കൽ, മോഡേൺ, ഫ്യൂഷൻ നൃത്തരീതികൾ പഠിപ്പിക്കുന്ന ശ്രീജയുടെ സംഘത്തിൽ യൂറോപ്പിലെ കൗമാരക്കാർ പോലും അംഗങ്ങളാണ്. ഇംഗ്ലണ്ടിലുടനീളം ഇപ്പോൾ ഒരു തരംഗമായി മാറിയിരിക്കുകയാണ് ശ്രീജയുടെ ഇന്ത്യൻ ഡാൻസ് സൊസൈറ്റി. പുതുതലമുറ മറന്നുപോയിരിക്കുന്ന പാട്ടുകൾക്ക് പുതുതാളവും ഭാവവും നൽകി ഇംഗ്ലീഷുകാരുടെ പോലും മനസ്സ് കവരുകയാണ് ഈ പ്രസ്ഥാനം. ബ്രിട്ടീഷ് മലയാളി യങ് ടാലന്റ് അവാർഡ് 2015 നോമിനി മിസ് ശ്രീജ ചെറുകാട്. അനസുൽ അസീസ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂണിന് പോലും ആദരം തോന്നുന്ന വ്യക്തിത്വം. ശ്രീ അസീസ് ജോലി ചെയ്യുന്ന ഏഷ്യൻ ലൈറ്റ്സിന്റെ ഓഫീസിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നടത്തിയ സന്ദർശനം ഇന്ത്യക്കാർക്ക് മുഴുവൻ അഭിമാനിക്കാവുന്ന നേട്ടമാണ്. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താനുള്ള അനുമതി സമീപകാലത്ത് ലഭിച്ച ഏക മലയാളി കൂടിയാണ് അനസുൽ അസീസ്. ഈ മിടുക്കനായ മാധ്യമപ്രവർത്തകൻ തുടങ്ങിയ ഏഷ്യൻ ലൈറ്റ്സ് പ്രശസ്തമായ ടൈംസിനെ പോലും തോൽപ്പിച്ചാണ് ഹൗ ഡു യു ന്യൂസ് പേപ്പർ ഓഫ് ദി ഇയർ 2012 കരസ്ഥമാക്കിയത്. ഏഷ്യൻ വംശജർക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള പത്രമാണിത്. ഇന്ത്യയിലെ പ്രമുഖ പത്രങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള അനസുൽ അസീസ് കൈരളിയുടെ പ്രവാസലോകം പരിപാടിയുടെ അണിയറ ശില്പികളിൽ ഒരാളായിരുന്നു. ബ്രിട്ടീഷ് മലയാളി ന്യൂസ് പേഴ്സൺ ഓഫ് ദി ഇയർ 2015 നോമിനി ശ്രീ അനസുൽ അസീസ്, സിബി തോമസ്. സ്വന്തം വൃക്ക അപരിചിതയായ ഒരു മലയാളി പെൺകുട്ടിക്ക് ദാനമായി നൽകി. സാമൂഹ്യ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നതിനിടയിൽ റിസമോളുടെ അവസ്ഥ തിരിച്ചറിഞ്ഞ് സഹായഹസ്തവുമായി സിബി ഓടിയെത്തി. യുക്മയുടെ ആദ്യ ട്രഷറർ. ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ നിരവധി അഗതികളുടെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞു. കിഡ്നി അപ്പീലിന്റെ ഭാഗമായി 1000-ലേറെ പൗണ്ട് സ്വരൂപിച്ച് വിതരണം ചെയ്തു. UK മലയാളികൾക്ക് മാതൃകയാക്കാവുന്ന കാരുണ്യ പ്രവർത്തനത്തിന്റെ ആൾ രൂപമാണ് ശ്രീ സിബി തോമസ്. ബ്രിട്ടീഷ് മലയാളി ന്യൂസ് പേഴ്സൺ ഓഫ് ദി ഇയർ 2015 നോമിനി ശ്രീ സിബി തോമസ്, റോയ് സ്റ്റീഫൻ.
UK-യിലെ ഏറ്റവും വലിയ സംഘടനയായ UKKCAയുടെ അമരക്കാരനായി മാറിയിരിക്കുകയാണ് ശ്രീ റോയ് സ്റ്റീഫൻ. ലോട്ടറി ഫണ്ടിംഗ് ഉൾപ്പെടെയുള്ള നേട്ടങ്ങൾ നേടിയെടുക്കുവാനും സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്കായി വലിയ തുകകൾ ഗ്രാന്റായി ലഭിക്കാനും റോയിയുടെ യത്നങ്ങൾക്ക് സാധ്യമായി. രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ പ്രമുഖരുമായുള്ള ചങ്ങാത്തം സേവനകാര്യങ്ങളിൽ വേണ്ട രീതിയിൽ ഗുണപ്പെടുത്താനും റോയിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വീൽചെയർ മലയാളികൾക്കായി ലൈബ്രറി സാധ്യമാക്കി. കാരുണ്യ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ കുട്ടികൾക്ക് പതിവായി സാഹിത്യ സെമിനാറും നടത്തിവരുന്നു. ബ്രിട്ടീഷ് മലയാളി ന്യൂസ് പേഴ്സൺ ഓഫ് ദി ഇയർ 2015 നോമിനി ശ്രീ റോയ് സ്റ്റീഫൻ. ഡോക്ടർ അജിമോൾ പ്രദീപ്. മാഞ്ചസ്റ്ററിലെ അവയവദാനത്തിന്റെ പ്രചാരകയാണ് അജിമോൾ പ്രദീപിന്. കഴിഞ്ഞ വർഷത്തെ ബ്രിട്ടീഷ് മലയാളി ബെസ്റ്റ് നഴ്സ് പുരസ്കാര ജേതാവായി. നഴ്സായി കരിയർ ആരംഭിച്ച് സ്വന്തം കഠിനാധ്വാനം കൊണ്ട് ഡോക്ടർ പദവിയിലെത്തി. ജീവിച്ചിരിക്കുന്നവരുടെ അവയവദാനത്തിലുപരി മരിച്ചവരുടെ അവയവദാനം കൂടുതൽ ആയാസരഹിതമാണെന്ന് കണ്ട് അത്തരം പ്രവണതകളെ സമൂഹത്തിൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണിവർ. ബ്രിട്ടീഷ് മലയാളി ന്യൂസ് പേഴ്സൺ ഓഫ് ദി ഇയർ 2015 നോമിനി ഡോക്ടർ അജിമോൾ പ്രദീപ്. മഞ്ജു ഷാഹുൽ ഹമീദ്. കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നും വിവാഹിതയായി ഭർത്താവിനോടൊപ്പം ഇംഗ്ലണ്ടിലെത്തിയ മഞ്ജു ഇന്ന് ക്രോയിഡോൺ മേയർ പദവി അലങ്കരിക്കുന്ന മഹത് വനിതയാണ്. പഠനത്തിനിടയിൽ സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് ആകർഷിക്കപ്പെട്ട അവരുടെ ജീവിതം മാറിമറിയുകയായിരുന്നു. കുടിയേറ്റക്കാരി എന്ന ലേബൽ ഒട്ടുമേ ബാധിക്കാതെ ലേബർ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ ക്രോയിഡോണിൽ മഞ്ജുവിന്റെ വിജയം അനായാസമായിരുന്നു. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഒരു മികച്ച ഭരണാധികാരി എന്ന പേര് സമ്പാദിച്ചു. ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പരിപാടിക്ക് മികച്ച ജനശ്രദ്ധ ലഭിച്ചു. ബ്രിട്ടീഷ് മലയാളി ന്യൂസ് പേഴ്സൺ ഓഫ് ദി ഇയർ 2015 നോമിനി മഞ്ജു ഷാഹുൽ ഹമീദ്.